ഓക്കെ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും ഇതിലേക്ക് വരുന്നൊരു ഗ്രാമീണ ഒരു തരത്തിലുള്ള ഒരു സാധാ പെൺകുട്ടി എന്ന രീതിയിൽ അപ്പം ഏത് തരം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, ഏത് തരം കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? അതിൽ എന്താണ് ലിൻഡ ലൂക്കോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോയത്. കാരണം ബുള്ളറ്റ് ഡയറീസ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഡാൻസ് പാർട്ടിക്ക് ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പി അത്രയേ ഉള്ളൂ. അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത്, ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലമുടിയിലൊക്കെ കളറടിച്ച് നടന്നപ്പം സോഞ്ചായിട്ട് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പ്രയാഗ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത പാടാണ്, അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കും. കംഫർട്ടബിൾ ടീമാണ്. സന്തോഷമായിട്ട് സ്വീറ്റ് ഹാർട്ട് വർക്ക് ചെയ്യാനായിട്ടും അല്ലാതെ നല്ല മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്കിപ്പോൾ. ശ്രീകാന്തായിട്ട് ഇസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ. ധ്യാനേട്ടനായിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം ആ ഒരു വർക്കിംഗ് കെമിസ്ട്രി ഉണ്ട് നമുക്കപ്പം. എല്ലാ ആസ്പെക്റ്റ് നോക്കുമ്പോഴും ഇത് എടുത്ത് ചെയ്യാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്ത പടമാണ്. പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് സ്കോപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി വിശ്വാസപൂർവ്വം മനസ്സോടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പി.ടി. കുഞ്ഞുമോഹൻ സാറിൻ്റെ അത്തരം കഥാപാത്രങ്ങൾ സബ്സ്റ്റൻസുള്ള സ്പേസുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഐ തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് കഥാപാത്രങ്ങൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്കിപ്പോൾ ഡ്യൂ കോഴ്സിൽ വരുന്നതല്ലേ എടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിൻഡ ലൂക്കോസ് ഒരു താരതമ്യേന നമ്മൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത് അടിച്ച് പൊളിച്ച് ഒന്നും നോക്കാതെ ആഘോഷിച്ച് ചെയ്യുന്ന പാടാണ്. ഷൈനുണ്ട്, ബാസിയുണ്ട്, വിഷ്ണുണ്ട്, സോജയുണ്ട്, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത പാടാണ്. ഇതത് അങ്ങനെയല്ല, കുറച്ചും കൂടെ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് വന്നു ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകരും പിന്നെ ഇനി നാളെ കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ആണത് തീരുമാനിക്കേണ്ടത്. But yeah, I hope to do more of these kind of roles that are relatable. അതെ, ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്.